സുഹൃത്തുക്കളെ, വള്ളുവനാടനാണ്. പ്രമോദ് പെരുന്നവണ്ണ. ഞാൻ ഇന്ന് എൻ്റെ നാട്ടിലെ കുട്ടികളെ പൂരത്തിൻ്റെ അവിടെ അടിയുണ്ടാക്കി എന്നുള്ള കേസിൽപ്പെട്ട കുട്ടികളെ കാണാൻ വേണ്ടി കോഴിക്കോട് ജയിലിൽ പോയി. വളരെ ദയനീയ അവസ്ഥയാണ് ആ കുട്ടികളുടെ. എല്ലാ കുട്ടികളെയൊന്നും ഞാൻ സംരക്ഷിച്ചിട്ടല്ല പറയണത്. അടിയുണ്ടാക്കിയത് തെറ്റന്നെയാണ്, അതൊക്കെ സംഭവിച്ചു. പക്ഷേ അവിടെ നിരപരാധികളായ 2 കുട്ടികളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അതിലത്തെ ഒരു കുട്ടി പറഞ്ഞാൽ കോഴിക്കോട് CAക്ക് പഠിക്കണ കുട്ടിയാണ്. ആ കുട്ടി വീട്ടിൽ വന്ന് കടന്നുറങ്ങണോടത്തുനിന്നാണ് പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുപോയത്. ഈ ചെയ്തത് തെറ്റാണ് എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഇടാനൊക്കെ കാരണം. നമ്മളെ വീട്ടിലൊക്കെ കുട്ടികളുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ട് കുട്ടികൾ. നിങ്ങളെ മക്കളെയൊക്കെ ഒന്ന് പിടിച്ചോണ്ട് പോകണം. ഇതേപോലെ തെറ്റ് ചെയ്യാത്തവരെ. നമ്മുടെ നിയമസംഹിതയിൽ പറയണത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ആ CAക്ക് പഠിക്കണ കുട്ടി എന്ത് തെറ്റായത്? അവൻ്റെ ഭാവിയാണ് നിങ്ങൾ തുലാസിലാക്കിയത്. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാനും കാരണം. ഞാൻ ഈ കുന്നുമ്മൽ അമ്പലത്തിൽ പോയി, അവിടുത്തെ നിങ്ങൾ പോയി വീണ കിണർ കണ്ടു. അതൊന്നും ഈ കുട്ടികളെ പേരിൽ ചാർത്തി അവരെ റിമാൻഡ് ചെയ്തതിൽ നല്ല എതിരഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇടാനും കാരണം. കോഴിക്കോട് ജയിലിൻ്റെ മുന്നിലാണ്. ഞങ്ങൾക്ക് ടൈം 11:30 ശേഷം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. 11:30 മുതൽ 1 മണി വരെ കാണും. ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചാടിയ കിണർ. ഇതതിൻ്റെ ചുറ്റുവട്ടാണ്, ആ കിണറിൻ്റെ ചുറ്റുവട്ടാണിത്. കിണറ്റിൽ കുപ്പിച്ചില്ല്, കരിങ്കല്ല് എല്ലാതും ഉണ്ട്. ആ കല്ലിൻ്റെ മുകളിൽ കൂടെ വന്നിട്ടാണ് പോലീസ് വന്നിട്ട് ചാടിക്കേണ്ടത്. 2 പോലീസ് ഉദ്യോഗസ്ഥർ അതിൽ ചാടിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് വേറൊരുത്തൻ ചാടിയിട്ടുണ്ട്. അവൻ്റെ മുണ്ട് ആ കരയത്തുണ്ടേന്. അവൻ ജെട്ടിട്ടിട്ടാണ് അവിടുന്ന് ഓടിയത്. അപ്പോൾ നിങ്ങൾ ഓടി വന്നിട്ട് കിണറ്റിൽ വീണിട്ട് ആ കുറ്റം കൂടി ഈ കുട്ടികളുടെ പേരിൽ ചാർത്തി. ഇതാണ് ഉണ്ടായത്. സംഭവം അതാണ്. ഇതൊന്നും ഇത്ര ഊതിപ്പെരിപ്പിക്കേണ്ട ഒരു കേസൊന്നുമല്ല. ഒരടിക്കേസ്, അത് അതോടുകൂടി ലാത്തി ചാർജ് ചെയ്തു, അതോടുകൂടി കഴിഞ്ഞു. പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്തത് നിരപരാധിയായ ഒരു CAക്ക് പഠിക്കണ കുട്ടീനെ കൊണ്ടുപോയിട്ട് ജയിലിൽ കൊണ്ടുപോയി അടച്ചു. വേറൊരു ഭാവം പിടിച്ച കുട്ടിക്ക് അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ആ കുട്ടീനെയും കൊണ്ടുപോയിട്ട് നിങ്ങൾ വീട്ടിൽ കടന്നുറങ്ങണവനെ പിടിച്ചിട്ടും ജയിലിൽ കൊണ്ടുപോയി അടച്ചു. ഇതിനെതിരെ പ്രതിഷേധമുണ്ട്. അത് നല്ല പ്രതിഷേധമുണ്ട്. കാരണം ആ കുട്ടികൾ പറഞ്ഞാൽ അത്ര ക്രിമിനൽ മൈൻഡിലുള്ള കുട്ടികളൊന്നുമല്ല. ആ കുട്ടികളവിടെ ഫുട്ബോൾ കളിയും അതുപോലെ ഏത് കാര്യത്തിനും, ഒരു ബ്ലഡ് കൊടുക്കാനാണ് അതിനും, ഒരു സ്കൂൾ ഗ്രൗണ്ട് നേരേക്കാനും, ഫുട്ബോൾ കളി വെക്കാനും, ഏത് കാര്യത്തിനും ഒരു അപകടം ഉണ്ടായി അവരെ കൊണ്ടുപോയിട്ട് ബ്ലഡ് കൊടുക്കാനും അവരെ ആസ്പത്രിയിൽ എത്തിക്കണ ഒരു കുട്ടികളാണ് അവർ. ആ കുട്ടികളൊന്നും അത്ര ക്രിമിനലുകളല്ല. എത്ര ദൂരാണ് പോലീസ് പോയി ഓടിയിട്ട് വീണത്? ഫസ്റ്റ് അടിയുണ്ടായ നടന്ന സ്ഥലമാണ് ഇത്. ഫസ്റ്റ് ഈ മരത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് അടിയുണ്ടായത്. എന്നിട്ട് നിങ്ങൾ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരം പോയിട്ടാണ് കിണറ്റിൽ പോയി പോകുന്നത്. അമ്പലമാണ് ഈ കാണുന്നത്. ഇവിടെ വെച്ചിട്ടാണ് വേല നടക്കുന്നത്. അവിടെ നിന്നാണ് ഈ അടി ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ക്രിമിനലാക്കരുത്. നിരപരാധികളെ നിങ്ങൾ ശിക്ഷിക്കരുത്. അത്രയ്ക്ക് പറയുള്ളൂ. നാളെയും ഇതൊക്കെ വേണം. ഇതിപ്പോൾ അമ്പല കമ്മിറ്റി ഇതിലൊക്കെ ശ്രദ്ധിക്കണം. ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ എല്ലാ നാട്ടുകാരെയും വിളിച്ചു കൂട്ടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട കമ്മിറ്റിക്കാരെ വിളിച്ച് കൂട്ടിയിട്ട് അവിടെ അടിയും പ്രശ്നം ഉണ്ടാക്കാത്ത വിധത്തിൽ അതിൻ്റെ ചുമതല അമ്പല കമ്മിറ്റിക്ക് തന്നെയാണ്. അത് നിങ്ങൾ നടപ്പിലാക്കുക തന്നെ വേണം. ഇതിപ്പോൾ എല്ലാ കൊല്ലവും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു അച്ചടക്ക സമിതി ആ അമ്പല കമ്മിറ്റിക്ക് വേണം. പിന്നെ അവിടെ വേല ഇറങ്ങേണ്ട 10 മിനിറ്റ് ക്ലോക്ക് വെച്ചിട്ട് അത് പോലീസിന്റെ പണിയല്ല, അത് അമ്പല കമ്മിറ്റി ചെയ്യേണ്ടതാണ്. അവിടെ തന്നെയാണ് ഇതിന്റെ വിഷയം. അത് നിയന്ത്രിക്കേണ്ടത് അമ്പല കമ്മിറ്റിയാണ്. അമ്പല കമ്മിറ്റിക്ക് നിയന്ത്രിച്ച് നിൽക്കണില്ലെങ്കിൽ മാത്രമേ പോലീസിനെ വിളിക്കാതെ പോകൂ. ഇത് പോലീസുകാർ വന്നിട്ടാണ് നിങ്ങളെ ടൈം കഴിഞ്ഞു, നിങ്ങൾ കയറിപ്പോന്ന് പറയണത്. അവര് എന്നാ പിന്നെ പോലീസ് മതിയല്ലോ, അമ്പലം ഭരിക്കണതും കൂടി പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അതല്ലേ നല്ലത്. വേല ഫസ്റ്റ് അടി നടക്കണത് ഈ
ആ തീ കത്തിച്ച സ്ഥലത്ത് ഈ വെച്ചിട്ടാണ്. മരത്തിന്റെ എന്നിട്ട് നിങ്ങൾ അവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ അടി നടക്കുന്നത്. 300 മീറ്ററിൽ കൂടുതലുണ്ട് ആ കിണറ്റിൽ പോയി വീഴാൻ. അവിടെ പോയി നിങ്ങൾ രാത്രി 2 പോലീസ് ഉദ്യോഗസ്ഥർ വീണു. അതിന്റെ മുമ്പ് ഒരു പയ്യൻ വീണു. 1-2 പയ്യന്മാരെ എന്നിട്ട് പരിക്ക് പറ്റി. അത് ഞങ്ങളെ നാട്ടിലെ കുട്ടികളെ പേരിലാക്കി. ഞങ്ങളെ നാട്ടിൽ ഇപ്പോൾ അരക്ഷിതാവസ്ഥയാണ്. ഒരു കുട്ടികളും പുറത്തേക്ക് ഇറങ്ങാത്ത അവസ്ഥ. പണ്ട് ഞങ്ങളവിടെ നാട്ടിലൊരു കൊലപാതകം നടന്നു. അതേ സ്ഥിതിയാണ് ഇപ്പോൾ. പോലീസും പോയി. ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ.